ഓർത്തെടുക്കേണ്ടതുള്ളത്. മാന്യവ്യക്തികൾ 1996-97 കാലഘട്ടത്തിൽ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ക്ലാസ് റൂമുകളിൽ പഠിച്ചിറങ്ങിയ ഒരു പറ്റം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ ഒത്തുചേരലാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഓർമ്മച്ചെപ്പ് എന്ന് പേരിട്ട ഈ കൂട്ടായ്മയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാവണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് വളരെ വ്യക്തമായ ധാരണ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആലോചിച്ചു, ഈ പടിയിറങ്ങിയതിനു ശേഷം ഇവിടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട എക്സാം പോലുള്ള പരീക്ഷകൾക്ക് വരുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ അന്വേഷിച്ച് അലയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചത് സ്കൂളിൽ വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ കലാലയത്തിൽ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന സ്കൂൾ ഓർമ്മകൾ പങ്കുവയ്ക്കാനും നമ്മുടെ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ
ആയി നമുക്ക് ഈ ഒരു ദിവസം എന്നും ഓർമ്മിക്കാനുള്ള ഒരു ദിവസമായിട്ട് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് മാറ്റാം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട അധ്യാപകന്മാരെ, ജനപ്രതിനിധികളെ, മറ്റു സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പരിപാടിയിലേക്ക് എന്നെ ആദ്യം തന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏതെങ്കിലും കാരണവശാൽ വരാൻ സാധിച്ചില്ലെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഞാൻ നേരത്തെ ഉറച്ച് തീരുമാനിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വന്നെത്തണം. വേറൊന്നുമല്ല, ഈ സമാന കാലഘട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ SSLC പഠിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഇത്രയും നേരം എൻ്റെ ശരീരം ഇവിടെ ആണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിലുള്ള ആ സ്കൂൾ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പോയിരുന്നു. എന്തായാലും നമ്മൾ നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ അന്നത്തെ ഓർമ്മകൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഒരു 210 മാർക്കിന്റെ ഓട്ടത്തിലായിരിക്കും അന്നത്തെ കാലഘട്ടം. പക്ഷെ ഇന്നെല്ലാം A+ മാറിക്കൊണ്ടിരിക്കുന്നു. അന്ന് ഒരു 210 മതിയല്ലോ, ഒരു സബ്ജക്റ്റിൽ മിനിമം 10 വേണം. അതിൻ്റെ ഓട്ടത്തിനിടയിലാണ് മറ്റുള്ള കലാപരിപാടികൾ, അതുപോലെ തന്നെ കായികപരമായ മത്സരങ്ങൾ, അതെല്ലാം കഴിഞ്ഞ് എന്തായാലും നമ്മുടെ ഗുരുക്കന്മാരുടെ സ്നേഹവും ആദരവും കൊണ്ട് നമ്മൾ എല്ലാവരും അതാത് നല്ല നല്ല പ്രിയങ്കരിയായ അധ്യക്ഷ, ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ചെയ്ത സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കരിക്കോട് ആദിഖാൻ, പ്രിയപ്പെട്ട ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ വിശിഷ്ടാതിഥി മൂസക്കായി, അതേപോലെ സ്റ്റേജിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള 96-97 ബാച്ചിലെ സഹപാഠികളെ, പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വല്ലാത്തൊരു സമയമാണ്. ഇവിടെ എന്ത് പറഞ്ഞ കാര്യമല്ല. കാരണം വെച്ചാൽ ഇവിടെ ഈ വേക്കയിൽ ഇവിടെ ഒരു വലിയ സംഭവം വരാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അങ്ങനെയാണ്. പുതിയാപ്പിള വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എത്ര ചൊറുക്കിലാൾ വന്നാലും ഓനാരും ശ്രദ്ധിക്കില്ല. കാരണം പുതിയാപ്പിള കാത്തിക്കണോ. അത് എന്നപോലെ താവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് വലിയൊരു പരിപാടി ഒന്നും ഇപ്പൊ ഇല്ല. ഇതൊരു പഞ്ചായത്ത് നിലക്ക് ഈ പൂച്ചെണ്ട് ആ പൂച്ചെണ്ടിന്റെ വർത്താനൊക്കെ പറഞ്ഞാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു പേച്ചാണ്. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സംഭവം ഇവിടെ. നമ്മുടെ കേരളത്തില് ഈ വെള്ളമെടുക്കുന്ന മോട്ടർ ഉണ്ടല്ലോ, വെള്ളക്കടിക്കുന്ന മോട്ടർ, അതിന്റെ വില നിർണ്ണയിക്കുന്ന ഒരു പ്രഗത്ഭനായ മുതലാളിയുടെ ഇവിടെ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്നേഹം, സന്തോഷം. നിങ്ങളുടെ പ്രസിഡന്റിന്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയാൾ ശരിക്കും മലബാരത്തിലേക്ക് പറ്റിയ ഒരാളാണ്. ഒരുപാട് തവണ മലബാരത്തിലേക്ക് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ശരിക്കും ഇന്നിപ്പം ഉസ്മാൻ ഖാന്റെ പ്രസംഗം കേട്ടപ്പോൾ ഇതുപോലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി മലബാരത്തിലാവണം എന്ന് എനിക്ക് തോന്നി. ഉള്ളത് നർമ്മത്തിൽ ചാലിച്ച് അത് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ മൊമെൻ്റോ കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞു അതും ചെറുതായി പോയിട്ടുണ്ട്, എനിക്കുള്ളത് വലുത് അപ്പുറത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. ഇനി പെരേ പോയിട്ട് അയാൾ ഭാര്യനോട് അതൊക്കെ പറയും. ഏതായാലും വളരെ സന്തോഷം, അതിലേറെ സന്തോഷം നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതില്ല. കവനൂരിലെ നിങ്ങളുടെ ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങളുടെ ഈ 96-99 ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദറിൽ ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഒരുപാട് ഗെറ്റ് ടുഗദറുകളിൽ ഇങ്ങനെ പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇത്രയൊന്നും മറക്കുന്നില്ലെന്ന്
ഇന്ന് എനിക്കറിയണം നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ആരാവണം എന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ പുസ്തകം അടച്ചു വെച്ച് എല്ലാവരും റെഡിയായി. പറയണം, മുൻബെഞ്ചിൽ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും മുൻബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും മുന്നിൽ ആദ്യത്തെ 3 വരിയിലാണ് ഏറ്റവും നന്നായിട്ട് പഠിപ്പിസ്റ്റുകൾ ഇരിക്കുന്നത്. പിന്നെ 4ഉം 5ഉം ഏവറേജ് ഘട്ടത്തിലാണ്. ഞാൻ 6ാമത്തെ ബെഞ്ചിലാണ് ഞാനുള്ളത് കേട്ടോ. ചിരിക്കേണ്ട എൻ്റെ പിന്നിൽ 4 ബെഞ്ച് വേറെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒച്ചാക്കണ്ടൊക്കെയുണ്ട്. അങ്ങനെ ഈ 6ാമത്തെ ബെഞ്ചിലിരുന്ന് ഞാൻ പഠിക്കുമ്പോൾ ആദ്യത്തെ ബെഞ്ചിൽ നിന്ന് കുട്ടികൾ തുടങ്ങി പഠിപ്പിസ്റ്റുകൾ. ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, പൈലറ്റ്, കലക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വളരെ സ്മാർട്ടായിട്ട് പറയുക. അപ്പം ഞാനിങ്ങനെ അതൊക്കെ കേട്ടിട്ട് ഞെട്ടുകയാണ് 6ാമത്തെ ബെഞ്ചിലിരുന്നിട്ട്. അവരൊക്കെ അതാവും, കാരണം അവരൊക്കെ എല്ലാ വിഷയത്തിലും ജയിക്കുന്നവരാണ്, 100ൽ 100 മാർക്ക് നേടുന്നവരാണ്, അവർക്കൊക്കെ അതാവാൻ സാധിക്കും. അങ്ങനെ ഊഴം വന്ന് എൻ്റെ ബെഞ്ചിലേക്ക് എത്തി. എൻ്റെ ബെഞ്ചിൽ നടുവിലാണ് ഞാൻ ഇരിക്കണത് കേട്ടോ. എൻ്റെ ബെഞ്ചിലും പിന്നെ പറയുന്നവരൊന്നും അത്ര സ്മാർട്ടായിട്ട് പറയില്ല. ഡോക്ടർ, മാഷ് എന്നൊക്കെയേ പറയുള്ളൂ. ശബ്ദം കുറയാണ്, കാരണം പ്രതീക്ഷയില്ല. ഇപ്പം എൻ്റെ അടുത്തേക്ക് എത്തി, എൻ്റെ ബെഞ്ചിലെത്തി, എൻ്റെ തൊട്ടടുത്തിരിക്കണമെന്ന് എണീറ്റിട്ട് വക്കീൽ എന്ന് ഞാൻ ഓനെ നോക്കി. അയ്യോ, എൻ്റെ അത്രയും കൂടി പഠിക്കൂലായി. ഓൻ വക്കീൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓനെ നോക്കിയപ്പോഴേ ഓൻ്റെ കാലിൽ നുള്ളിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതിയുടെ മാഷ് ഇപ്പോൾ ഭാവിയിൽ വന്നു നോക്കുക അത് എന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് ചിരിച്ചു. പക്ഷേ കള്ളം പറയാൻ എനിക്ക് തോന്നിയില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചൊരു കാര്യം, എവിടെയും കള്ളം പറയരുത്, സത്യമേ പറയാവൂ. അതുകൊണ്ട് കള്ളം പറയാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പം ക്ലാസ്സിലെ 47 കുട്ടികളും ആകാംക്ഷയോടെ എന്നെ നോക്കുകയാണ്. കാരണം എല്ലാവർക്കും ഞാൻ പ്രിയങ്കരനാണ്. കാരണം സ്കൂൾ യൂത്ത് ഹോസ്റ്റലിൽ വരുമ്പോഴാണ് എൻ്റെ വില എന്തെന്നറിയാം, മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോഴല്ല. മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് തല്ലാണ് കിട്ടാറ്. പക്ഷേ യൂത്ത് ഹോസ്റ്റലിൽ വന്നാൽ എനിക്ക് കിട്ടുന്ന കയ്യടി വേറെ ആർക്കും കിട്ടാറില്ല. ഓരോ മത്സരം അനൗൺസ് ചെയ്യുമ്പോഴും മിമിക്രി 1ാം സമ്മാനം വിനോദ്, മോണോ ആക്ട് 1ാം സമ്മാനം വിനോദ്, ലളിതഗാനം 1ാം സമ്മാനം വിനോദ്, നാടകം ബെസ്റ്റ് ആക്ടർ വിനോദ് എന്നൊക്കെ ഓരോ സമ്മാനങ്ങളും ഞാൻ പോയി വാങ്ങുമ്പം കുട്ടികളിങ്ങനെ നിർത്താതെ കൈയടിക്കും. അപ്പം എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഒരു മാഷ് ക്ലാസ്സിലെടുത്ത് അയാൾ പോയി കഴിഞ്ഞാൽ ആ മാഷെ അനുകരിച്ച് കാണിക്കുമായിരുന്നു ഞാൻ ക്ലാസ്സിൽ. അതും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റിങ്ങനെ നിന്നപ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ഒന്ന് സൈലൻ്റായി, എന്ത് പറയണം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഉടനെ മാഷ് മേശയുടെ മേലെ കയറിയിരിക്കുക, ചുവരിലൊക്കെ ഉണ്ടെങ്കിൽ ചുവരിലുണ്ട് 2 അടിയടിച്ചിട്ട് മാഷ് പറയൂ, വിനോദ് ആരാവണം ഭാവിയിൽ? ഞാൻ പറഞ്ഞു, സർ എനിക്ക് നടനാവണം എന്ന് പറഞ്ഞു. ഈ നടനാവണം എന്ന് ഞാൻ പറഞ്ഞപ്പം എൻ്റെ ക്ലാസ്സിലെ 47 കുട്ടികളും ഒരു പരിഹാസ ചിരി ചിരിച്ചു. പരിഹാസം കലർന്നൊരു ചിരി, ഡെസ്കിൻ്റെ മേലെ താളം പിടിച്ചുകൊണ്ട് വായൊക്കെ അങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടൊരു ചിരി. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. കാരണം നടൻ എന്ന് പറയുന്നത് ഒരു ജോലിയല്ല, ഒരു പ്രൊഫഷനല്ല എന്നൊക്കെ തോന്നിപ്പോയി എനിക്ക്. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയത് അതാണ്. ഇനി ഞാൻ പറയേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി എനിക്ക്. ആ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊയ്ക്കോളേരും തോന്നി. കുട്ടികളെ ചിരിയും ഈ മേശയിലെ ഡെസ്കിൻ്റെ മേലുള്ള അടിയും ഇങ്ങനെ കൂടിയപ്പോൾ അവസാനം മാഷ് ചൂരലുകൊണ്ട് 2 അടി, സൈലൻസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സൈലൻ്റായി. എന്നിട്ട് മാഷ് മേശപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്തേക്കൊരു വരവ് വന്ന് ചൂരലും പിടിച്ചിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ പ്രതീക്ഷിച്ചു ഇപ്പം കിട്ടും വിനോദന് എന്ന്. ഞാനും പ്രതീക്ഷിച്ചു അടിക്കാൻ തന്നെയാണ് മാഷ് വരുന്നതെന്ന്. പക്ഷേ ഈ മാഷ് 6ാമത്തെ ബെഞ്ചിൻ്റെ ഇടയിലേക്ക് കയറി വന്ന് നടുവിലിരിക്കുന്ന എന്നെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു മാഷിലേക്ക്. എന്നിട്ട് എൻ്റെ നെറുകയിലൊരു ഉമ്മ തന്നു മാഷ്. എന്നിട്ട് മാഷ് പറഞ്ഞു, വെരി ഗുഡ് വിനോദ്, ഒരാളെങ്കിലും വ്യത്യസ്തമായ ഒരാഗ്രഹം പറഞ്ഞല്ലോ എന്ന് മാഷ് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ക്ലാസ്സിലെ 47 കുട്ടികളും എനിക്കൊരു കയ്യടി തന്നു, നിലയ്ക്കാത്തൊരു കയ്യടി. ആ കയ്യടി കിട്ടിയപ്പം എൻ്റെ കണ്ണീര് എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ അഭിമാനത്തോടെ അവിടെ ഇരുന്നു. വീണ്ടും ആളുകൾ തുടർന്നു, വക്കീൽ, എഞ്ചിനീയർ. ോ
കരകത്തന്നാണേ കതിരാടും മിഴിയാണേ തമ്പുരാനത്തിടും മുന്നെങ്കുമില്ല കൊലവായി ചാറ്റേ